എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലുള്ളത്, കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ പാവപ്പെട്ട ആളുകൾക്കല്ല വഴിയാത്രക്കാർക്കൊക്കെ സേവാഭാരതി തിരുവോണനാളിൽ സമൂഹ സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടറിഞ്ഞിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ച് കാഴ്ചകൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണമെന്നാണ് ഈ ഓണത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് സേവാഭാരതി കഴിഞ്ഞ 3 വർഷമായിട്ട് തെരുവോരത്തും ആശുപത്രിയിലും നിത്യേന മുടങ്ങാതെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ഇവിടെ ദിവസവും ഭക്ഷണം വാങ്ങുന്ന ആളുകൾക്ക് ഓണസദ്യ കൊടുക്കാൻ തീരുമാനിച്ചത്. എത്ര പേർക്ക്? 300 പേർക്കാണ് ഈ ഓണസദ്യ ഇവിടെ ഒരുക്കിയത്. അപ്പോൾ എല്ലാ കൊല്ലവും 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്നു. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ തിരുവോരത്ത് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, 250 പേർ. അതിൻ്റെ ഭാഗമായിട്ട് ഓണത്തിന് നമ്മളിവിടെ എല്ലാവരെയും ഇരുത്തി ഇവിടെ സദ്യ വിളമ്പി കൊടുക്കും. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു പുതിയ ഒന്നായിരുന്നു എല്ലാ തിരുവോരങ്ങളിൽ ഭക്ഷണമില്ലാതെ കഴിയുന്ന ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുക എന്നത്. അതാണ് നമ്മൾ ഇന്ന് സഫലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നുകൊണ്ടിരിക്കുന്നില്ലേ? 3 വർഷമായിട്ട് ഏറ്റെടുത്ത സേവാഭാരതി കഴിഞ്ഞ 15 വർഷമായി കൊയിലാണ്ടി പ്രവർത്തിക്കുന്നു. ഈ കാണുന്ന ആളുകളാണ് കേട്ടോ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി സമൂഹ സദ്യ ഒരുക്കിയത്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും കേട്ടോ ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു.